എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നാളെ നമുക്കൊരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. ബഹ്റൈനിലേക്കാണ് വേക്കൻസി. ആ ഒരു ജോലിയുടെ ഡീറ്റെയിൽസും ഇന്റർവ്യൂ ഡീറ്റെയിൽസുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ, ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക. ശേഷം നിങ്ങൾക്ക് നാളത്തെ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ 9539128062 നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു ജോലി ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ CV അയച്ചു തരാനും മറന്നു പോരുത്. ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക. ഒരു അർജന്റ് റിക്രൂട്ട്മെന്റ് ആണ് ബഹ്റൈനിലേക്ക് വന്നിട്ടുള്ളത്. അർജന്റ് വേക്കൻസിയാണ്. ബഹ്റൈനിലേക്ക് സെയിൽസ്മാൻമാരെ ആവശ്യമുണ്ട്. അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. കൂടാതെ അർജന്റ് വേക്കൻസിയാണ്, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണിത്. ഈ സെയിൽസ്മാൻ പോസ്റ്റിലേക്ക് ഫ്രഷേഴ്സിനെയും പരിഗണിക്കുന്നുണ്ട്, എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കുന്നുണ്ട്. 150 ബഹ്റൈൻ ദിനാറായിരിക്കും സാലറി ഉണ്ടാവുക. 150 ബഹ്റൈൻ ദിനാറായിരിക്കും സാലറി ഉണ്ടാവുക. ഏകദേശം ഒരു 35,000 ഇന്ത്യൻ രൂപ. എത്ര രൂപയാണെന്ന് നിങ്ങൾക്ക് സൈഡിൽ കാണാൻ കഴിയുന്നതാണ്. 21നും 30നും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. 30 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ, എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ പോലും പരിഗണിക്കില്ല. എന്നാൽ 30 വയസ്സിന് താഴെ പ്രായമുള്ള ഫ്രഷേഴ്സ് ആണെങ്കിലും പരിഗണിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു വേക്കൻസിയാണിത്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ്. അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലയന്റ് ഇന്റർവ്യൂ ആണ് നാളെ നടക്കാൻ പോകുന്നത്. നാളെ കോഴിക്കോട് വെച്ചിട്ട് ക്ലയന്റ് ഇന്റർവ്യൂ ആണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നാളത്തെ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള 21നും 30നും ഇടയിൽ പ്രായമുള്ള യുവാക്കളുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. വാട്സ്ആപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. കൂടാതെ എടുത്തു പറയുകയാണ്, നാളെ ഇന്റർവ്യൂ അവർ കോഴിക്കോടാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇന്ന് CV മറ്റു കാര്യങ്ങളോ ഡോക്യുമെന്റ്സ് അയച്ചു തരാതെ നിങ്ങൾ നാളെ ഇന്റർവ്യൂ വന്നിട്ട് കാര്യമില്ല. കാരണം നിങ്ങളുടെ CV കാര്യങ്ങളെല്ലാം നമ്മൾ ഫൈനൽ ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. താല്പര്യമുള്ളവർ നിങ്ങളുടെ CV കാര്യങ്ങൾ എനിക്ക് അയച്ചു തരാം. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ ഇന്റർവ്യൂ സമയത്ത് അവർ നിങ്ങളോട് ഡയറക്റ്റ് പറയുന്നതായിരിക്കും.